നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ മലപ്പുറം ജില്ലയിലെയും മലബാറിലെയും തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളിലൊന്ന് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അഭിപ്രായ വ്യത്യാസം പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്ന് ലീഗും, എന്നാൽ LDFന് ഇത് അനുകൂലമാവുമെന്ന് ഇടതുമുന്നണിയും വിലയിരുത്തുന്നു. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥിയായി KS ഹംസ വരുന്നത് പോലും ഈ ഭിന്നത മുതലാക്കാൻ ഉറപ്പിച്ചായിരുന്നു. ലീഗിൻ്റെ നിലവിലെ MPമാർ മണ്ഡലം മാറുന്നതിലും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പങ്കുവഹിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ മതസംഘടനയായ സമസ്തയും രാഷ്ട്രീയ സംഘടനയായ മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാകും? കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും സ്വാധീനമുള്ളതും മലബാർ മേഖലയിലെ ഒട്ടേറെ മഹല്ലുകൾ, അതായത് പള്ളിയുടെ കീഴിലുള്ളതുമായ സമസ്ത കേരള ജമിയാത്തുൽ ഉലമ എന്നും ലീഗിനൊപ്പം നിന്നിട്ടുള്ള സംഘടനയാണ്. 1926 കോഴിക്കോട് വെച്ചാണ് സമസ്ത രൂപീകരിക്കപ്പെടുന്നത്. 89 സമസ്ത വലിയ പിളർപ്പിനെ നേരിട്ടു. സംഘടനാ പ്രശ്നങ്ങളും ലീഗുമായും മറ്റും ഉണ്ടായ രാഷ്ട്രീയ ഇടപെടലുകളുടെ പേരിലുള്ള തർക്കമാണ് സമസ്തയുടെ പിളർപ്പിലേക്ക് വഴിവെച്ചത്. EK അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന EK വിഭാഗവും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന AP വിഭാഗവുമായിട്ടാണ് വേർപിരിഞ്ഞത്. ഇതിൽ EK വിഭാഗം സമസ്ത ലീഗിനൊപ്പം അടിയുറച്ചു നിന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസിഡന്റും ആലിക്കുട്ടി മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് ഇപ്പോൾ സമസ്തയെ നയിക്കുന്നത്. അന്തരിച്ച മുൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരി ശിഹാബ് തങ്ങൾ സമസ്തയുടെ ഉപാധ്യക്ഷനായിരുന്നു. പരമ്പരാഗതമായി മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമാണ് സമസ്തയ്ക്കുള്ളത്. പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ ആഭിമുഖ്യമോ താല്പര്യമോ ഇല്ലെങ്കിലും സമസ്തയുടെ ഭൂരിഭാഗം അണികളും ലീഗിനെ പിന്തുണയ്ക്കുന്നവരും ലീഗിൻ്റെ വലിയൊരു വിഭാഗം അണികൾ സമസ്ത പ്രവർത്തകരുമാണ്. പല സമയങ്ങളിലും സമസ്തയുടെ എതിർപ്പ് മൂലം നിലപാടുകളിലെ മാറ്റങ്ങൾ വരെ ലീഗിൽ ഉണ്ടാകാറുണ്ട്. ലീഗ് സംസ്ഥാന അധ്യക്ഷനും സമസ്ത ഉപാധ്യക്ഷനുമായിരുന്ന പാണക്കാട് ശിഹാബ് തങ്ങൾ അന്തരിക്കുന്നതോടെയാണ് സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറുന്നത്. മുൻപും പ്രശ്നങ്ങൾ രൂപപ്പെടാറുണ്ടായിരുന്നെങ്കിലും പാണക്കാട് തങ്ങൾമാരുമായുള്ള ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടുകയായിരുന്നു പതിവ്. ഹൈദരാലി തങ്ങളുടെ വിയോഗത്തോടെ സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വന്നു. സമസ്തയുടെ യുവജന വിഭാഗമായ SYSൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പക്ഷേ മതപണ്ഡിതൻ കൂടിയായിരുന്ന ഹൈദരാലി തങ്ങൾക്ക് ലഭിച്ചിരുന്ന പ്രാധാന്യം സാദിഖ് അലി തങ്ങൾക്ക് സമസ്തയിൽ നിന്ന് ലഭിച്ചില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നെങ്കിലും ഒരു ആത്മീയ നേതാവിൻ്റെ സ്ഥാനമാണ് ഹൈദരലി തങ്ങൾക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ സാദിഖ് അലി തങ്ങൾ കുറെ കൂടി രാഷ്ട്രീയപരമായി ഇടപെടുന്ന വ്യക്തിയാണെന്നായിരുന്നു ആരോപണം. ഹൈദരലി തങ്ങളോടുള്ള അടുപ്പവും ബന്ധവും ജിഫ്രി തങ്ങൾക്ക് പാണക്കാട് മറ്റ് തങ്ങളുമാരോടുണ്ടായിരുന്നില്ല. അതിനിടെ സാദിഖ് അലി തങ്ങൾ ലീഗ് നേതൃത്വത്തിൽ എത്തിയതോടെ പ്രശ്നങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. രാഷ്ട്രീയ വിഷയങ്ങളിൽ അടക്കം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമങ്ങളോട് അഭിപ്രായം പറയുന്ന പതിവുണ്ട്. ഇതിൽ പല അഭിപ്രായവും ലീഗിൻ്റെ നിലപാടുമായി യോജിച്ചു പോകുന്നതായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ കേരള പര്യടനത്തിൻ്റെ ഭാഗമായി നടന്ന യോഗത്തിൽ പങ്കെടുത്തതും മറ്റും ലീഗിൽ അലോസരം സൃഷ്ടിക്കുന്നതായിരുന്നു. സമസ്തയെ ലീഗിൻ്റെ ഒരു ബി ടീമായി കാണുന്നതിൽ സമസ്തയ്ക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായിരുന്നു. അത് ജിഫ്രി തങ്ങൾ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ കൂടുതലായി പുറത്തു വന്നു. സമസ്തയെ ഒരു സ്വതന്ത്ര അസ്തിത്വമുള്ളതും ലീഗിൻ്റെ അപ്രമാദിത്വത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുമുള്ള സംഘടനയാക്കി മാറ്റുക എന്ന നിലപാടിന് മുൻകാലങ്ങളിൽ ലഭിക്കാതിരുന്ന പിന്തുണ പുതിയ നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചു. സമസ്ത ലീഗ് ആശയഭിന്നത അതിൻ്റെ ഉന്നതിയിലെത്തിയത് വഖഫ് വിഷയത്തിലാണ്. സമസ്ത പ്രതിനിധി അടക്കം പങ്കെടുത്ത ചർച്ചയ്ക്ക് ശേഷം പള്ളികളിൽ വഖഫ് നിയമനം PSCക്ക് വിട്ടതിനെതിരെ പ്രതിഷേധം നടത്തുമെന്ന് ലീഗ് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം
മുസ്ലിം ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ആയിരുന്ന PMA സലാം പ്രഖ്യാപിച്ചു. എന്നാൽ സമസ്ത ഇതിനെ എതിർത്ത് രംഗത്ത് വന്നു. ഭൂരിഭാഗം പള്ളികളും നിയന്ത്രിക്കുന്ന സമസ്ത എതിർത്തതോടെ രാഷ്ട്രീയ പ്രശ്നത്തെ മതകേന്ദ്രങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നുവെന്ന കടുത്ത വിമർശനം ലീഗിനെതിരെ ഉയരുകയും ചെയ്തു. വഖഫ് വിഷയത്തിൽ ലീഗ് പ്രത്യക്ഷ സമരത്തിന് ആഹ്വാനം ചെയ്തു. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന പ്രതിഷേധം ലീഗിൻ്റെ ശക്തി തെളിയിക്കുന്നതായിരുന്നു. സമസ്ത നേതൃത്വത്തോടുള്ള പ്രതിഷേധമായും ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. ഈ അടുത്ത് ലഭിച്ച വലിയ രാഷ്ട്രീയ ആയുധങ്ങളിലൊന്നായിരുന്നു തട്ടം വിവാദം വിഷയത്തിൽ കടുത്ത പ്രതികരണവുമായി കളം പിടിക്കാനിറങ്ങിയ ലീഗിനെ. പക്ഷേ സമസ്തയുമായി ഉണ്ടായ പ്രശ്നം രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കുന്നതാണ് പിന്നീട് കണ്ടത്. CPM സംസ്ഥാന സമിതി അംഗം K അനിൽകുമാർ മലപ്പുറത്ത് വരുന്ന പുതിയ പെൺകുട്ടികളെ കാണൂ നിങ്ങൾ, തട്ടം തലയിലിടാൻ വന്നാൽ അത് വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികൾ മലപ്പുറത്തുണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിൻ്റെ ഭാഗമായി വന്ന വിദ്യാഭ്യാസം കൊണ്ടാണ് എന്ന പരാമർശമാണ് വിവാദമായത്. തട്ടം വിവാദത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം നടത്തിയ മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ കോൾ കിട്ടിയാൽ എല്ലാമായി എന്ന് കരുതുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഇതിൽ എന്താണ് പറയാനുള്ളത് എന്ന പരാമർശമാണ് പിന്നീട് വിവാദമായത്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണ് ഉദ്ദേശിച്ചതെന്ന് സമസ്ത അനുകൂലികൾ ആരോപിച്ചു. PMA സലാം നിഷേധിച്ചെങ്കിലും ഈ അടുത്ത കാലത്ത് സമസ്തയെടുക്കുന്ന നിലപാടുകളോടുള്ള പ്രതികരണമാണ് പരാമർശമെന്ന് വിമർശനം ഉയരുകയും ചെയ്തു. PMA സലാമിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പല അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സാദിഖ് അലി തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും കത്ത് നൽകി. എന്നാൽ തലയിരിക്കുമ്പോൾ വാലാടേണ്ട എന്നായിരുന്നു സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം. സമസ്തയിലെ ചിലർ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകളുള്ള തങ്ങളുടെ വിയോജിപ്പാണ് പരാമർശത്തിലൂടെ പുറത്തു വന്നത്.